ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഞാൻ ഇന്നും ഒന്ന് റെഡിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരമൊക്കെ നിൽക്കും. അങ്ങനെ അത് രാവിലത്തെ എല്ലാ ദിവസത്തെയും ഒരു ശീലമാണ്. പുറത്തിറങ്ങി കുറച്ച് നേരം പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം നിൽക്കാറുള്ളൂ. കുറച്ച് അങ്ങനെ നിന്നിട്ട് അകത്ത് കയറിപ്പോവും. അത് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു മൈൻഡ് ഫ്രഷ് ആവും. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. ഇന്ന് നല്ല മഴക്കോളുണ്ട്. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ടിട്ട് അത്ര വെട്ടമൊന്നുമില്ല കേട്ടോ. അത് മഴ ഇരുണ്ട് കിടക്കുന്നതുകൊണ്ടാണ് വെട്ടമില്ലാത്തത്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ടു. അപ്പം എനിക്ക് അല്ലാതെ ഇവിടെ വെട്ടം അടിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല. അപ്പം ഒരു 6 മണിയൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഇപ്പോൾ കുറച്ചും കൂടി നേരം വെളുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ടു. ചായ അല്ല, കട്ടനാണ്. കട്ടൻ ഇട്ടിട്ട് അത് കുടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ 2 കവർ ഇരിപ്പുണ്ടല്ലോ. അത് ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായിട്ട് കൊണ്ടുവന്നതാണ്. ഒരാൾ ഇവിടെ ഒരു പയ്യൻ അവിടെ ഞങ്ങളിവിടെ വീട്ടിൽ കൊണ്ടുവന്നതാണ്. അവരുടെ പുരയിടത്തിലുണ്ടായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഈ ചക്കയും പിന്നെ പാവയ്ക്കയും പിന്നെ സലാഡ് വെള്ളരിയും, ഇത് 3ഉമാണ് ഇവിടെ കൊണ്ടുവന്നത്. ആത്തിച്ചക്കയാണ് കേട്ടോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആത്തിച്ചക്കയും പിന്നെ പാവയ്ക്കയും സലാഡ് വെള്ളരിയാണ് കൊണ്ടുവന്നത്. അപ്പം പുറത്ത് നല്ലതുപോലെ മഴ ഇരുണ്ട് കിടപ്പുണ്ട്. ആകാശമൊക്കെ നല്ല കറുത്ത് കിടക്കുകയാണ്. ഇന്ന് മിക്കവാറും മഴ ഉണ്ടാവും. അങ്ങനെ പിന്നെ എനിക്ക് രാവിലെ കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്കത് രാവിലെ കാപ്പിക്ക് ചമ്മന്തിയും ദോശയാണ്. കറികളൊക്കെ രാവിലെ തന്നെ വയ്ക്കണം. അങ്ങനെ അത് കടുവറുത്ത് ചമ്മന്തിയൊക്കെ ആക്കിയിട്ടുണ്ട്. ചമ്മന്തി ചൂടായതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഇനി പാവയ്ക്ക വയ്ക്കണം. പാവയ്ക്കയും വെച്ച് പിന്നെ കുറച്ച് കായ ഇരിപ്പുണ്ട്. കായ എടുത്ത് തോരനാക്കണം. അങ്ങനെ പാവയ്ക്ക് വേണ്ടി കടുവറുത്ത് അതിൽ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പാവയ്ക്ക എടുത്ത് തട്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ആ സമയം കൊണ്ട് ഞാൻ വാഴയ്ക്കൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. വാഴയ്ക്ക അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കഴുകി അതിലോട്ട് ഇട്ടാൽ മതി. ആ സമയം കൊണ്ട് ഇവിടെ പാവയ്ക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ആ വാഴയ്ക്കയിൽ കുറച്ച് അരപ്പൊക്കെ, അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി ചൂടായതിന് ശേഷം അതും കൂടെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചാൽ പിന്നെ അതും ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി രസം വയ്ക്കണം. അങ്ങനെ ഞാൻ ഇത് രണ്ടും ആക്കി എടുത്തപ്പോഴത്തേക്കും ഒരു 7:15 ആയി കേട്ടോ. 7:15 ആയി. ആ സമയത്ത് നമ്മൾ 7:15 ആവും ഞങ്ങളിവിടെയൊക്കെ പാല് കൊണ്ടുവരുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ പാലെടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. ഞാൻ രാവിലെ കട്ടനാണ് കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് വേണം ഇനി ചായ ഇടാൻ. കാപ്പി ഉണ്ടാക്കിയിട്ടില്ല. കാപ്പി ഇനി കറികളെല്ലാം വച്ചതിന് ശേഷം കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാലും ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാനും ചേട്ടനും മാത്രമേ ചായ കുടിക്കാറുള്ളൂ. ദേവൂട്ടി ഇവിടെ കട്ടനാണ് കുടിക്കുന്നത്. കേശു ചായ കുടിക്കും. ചായയും രാവിലത്തെ നേരം അവന് പാല് വേണം. അതുകൊണ്ട് അവൻ രാവിലെ പാല് കൊടുക്കും. ഇപ്പം നമ്മൾ കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം പച്ചക്കറി വാങ്ങിച്ചതിൽ കുറച്ച് ഫ്രഷായിട്ട് നല്ല മല്ലിയില ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇപ്പം ബോക്സിലാക്കി വെച്ചേക്കുകയാണ്. കഴുകി വെള്ളമൊക്കെ തോർന്നതിന് ശേഷം അതിനെടുത്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചേക്കും. അപ്പം ഞാൻ ഇത് പുറത്തെടുത്തപ്പോഴത്തേക്കും അതിൽ അടപ്പിൽ ഇങ്ങനെ ഈർപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ തുടയ്ക്കുകയാണ്. അപ്പം ആ ഈർപ്പത്തോടെ വീണ്ടും അടച്ച് വെച്ചാൽ വീണ്ടും അത് വെള്ളം ഇറങ്ങിയിട്ട് പെട്ടെന്ന് അഴുകി പോകുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് അതിനെ തുടച്ച് അങ്ങ് വയ്ക്കുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള നല്ല മല്ലിയിലയായിരുന്നു. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ വാങ്ങിച്ച പച്ചക്കറിയിലും ഇതുപോലെ മല്ലിയില ഉണ്ടായിരുന്നതിന് ഞാൻ ഇങ്ങനെ ബോക്സിലാക്കിയാണ് വെച്ചിരുന്നത്. ടിഷ്യൂ പേപ്പറൊന്നും വെച്ചിട്ടില്ല. സാധാരണ അല്ലാതെ തന്നെയാണ് ഞാൻ ഇതവിടെ ബോക്സിൻ്റെ അകത്താക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ നല്ല ഫ്രഷായിട്ടിരിക്കും കേട്ടോ.
ഒരു 2 ആഴ്ച വരെയൊക്കെ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഞാൻ ഇങ്ങനെ വച്ചിരുന്നതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും അതേ രീതിയിൽ തന്നെ ഞാൻ വച്ചത്. പിന്നെ എനിക്ക് രസം വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ രസം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അവിടെ തക്കാളിയും പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ മസാലകളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവയും പിന്നെ കുറച്ച് കായവും പിന്നെ ഉപ്പും ഇട്ട് പിന്നെ പുളിവെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ രസവും ആക്കിയെടുക്കാം. അപ്പം രസവും ഒന്ന് തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിരുന്നാൽ പിന്നെ നമുക്ക് സ്ഥലവും ഒതുങ്ങി കിട്ടും. അപ്പോൾ അതങ്ങനെ വന്ന് ഒതുങ്ങി ഇരിക്കുമല്ലോ. അതുകൊണ്ടാണ്. പിന്നെ ലാസ്റ്റാണ് ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത്. ദോശയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ ദോശയ്ക്ക് കോരി ഒഴിക്കുകയാണ്. മക്കളൊക്കെ ഇവിടെ താമസിച്ച് ഫുഡ് കഴിക്കാറുള്ളൂ. ഒരു 10 മണിയൊക്കെ ആവും. അതുകൊണ്ട് പതുക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ബാക്കി ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടെ തുടച്ചിട്ടാൽ മതി. ഇനി ജസ്റ്റ് ഒന്ന് തുടയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും പാത്രമൊക്കെ കഴുകാനുണ്ടല്ലോ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ. ആ പൊടിയൊക്കെ അങ്ങ് തുടച്ചങ്ങ് കളഞ്ഞിട്ട് അങ്ങനെ വയ്ക്കുന്നേ ഉള്ളൂ. പിന്നെ കാപ്പിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പാത്രമൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലതായിട്ടൊന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനവിടെ കുറച്ച് ക്ലീനിങ് ഉണ്ട്. അപ്പം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീനിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറച്ചായിട്ടേ ചെയ്യുന്നുള്ളൂ. എല്ലാം കൂടെ ഒത്തു ചെയ്യുന്നില്ല. അപ്പം ഞാൻ അവിടെ ഓരോ സാധനങ്ങളായിട്ടൊക്കെ പറക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ സെറ്റിയോ ഡൈനിങ് ടേബിളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തായിരിക്കും മിക്ക സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ സമയത്ത് തന്നെ എടുത്തൊക്കെ മാറ്റുക. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ മോളും കൂടെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവളും കൂടെ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചൂല് ഇവിടെ ബ്രഷ് ഞാൻ തൂക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് കിച്ചണിൽ കൊണ്ട് വെച്ചു കേട്ടോ. ഞാൻ പിന്നെ വീണ്ടും അത് പോയി എടുത്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഞാൻ അതവിടെ ജനലിൽ പൊടിയൊക്കെ തട്ടുന്നുണ്ട്. പൊടിയും ചെറുതായിട്ട് വലയൊക്കെ പിടിച്ചിരിക്കുമല്ലോ. നമ്മൾ എത്ര പൊടിയൊക്കെ തുടച്ചാലും വീണ്ടും അവിടെ പൊടിയും വലയും ഒക്കെ ഉണ്ടാവും. ഈ വല എപ്പോഴും ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. ചിലന്തി ഉണ്ടെങ്കിൽ പിന്നെ വലയും ഉണ്ടാവുമല്ലോ. അങ്ങനെ മോളത് അവിടെ സ്റ്റെയർ കേസിൽ കയറി ഇരിപ്പുണ്ട്. ആ കമ്പിയിൽ കയറി ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ അവിടെ മൊത്തവും വലയൊക്കെ അടിച്ചിട്ട് പിന്നീട് ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല. ഇപ്പം സമയം കിട്ടുമ്പോഴൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഇത്തിരി ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, ഇത്തിരി ആക്റ്റീവാണ് എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും നമ്മളിതുപോലെ ആക്റ്റീവായി ഇരിക്കണമെന്നില്ലല്ലോ. നമുക്ക് എപ്പോഴാണോ ശരീരത്തിന് സുഖമുള്ളത്, ഇത്തിരി ആരോഗ്യമായിട്ടിരിക്കുന്നത്, ഇപ്പം നമ്മളെ മനസ്സിൽ തന്നെ തോന്നുമല്ലോ നമുക്ക് ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലീനിങ്ങൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പൊടിയൊക്കെ തുടച്ചിടും. പിന്നെ ശനിയാഴ്ച ദിവസം നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് എല്ലാ ശനിയാഴ്ചയും കുറച്ച് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ഇതുപോലെ ചെറുതായിട്ടൊക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനെ ഡീപ്പായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടല്ല എങ്കിലും ഇതുപോലെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുറേയൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ആഴ്ചയിലൊരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താൽ വീട് നല്ല നീറ്റായിരിക്കും, ക്ലീനായിരിക്കും. പിന്നെ കൊച്ചുമക്കളൊക്കെ ഉള്ളിടത്തൊക്കെ ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. പറ്റും പോലെയൊക്കെ എല്ലാവരും ചെയ്യുക. ഇപ്പം നമ്മളെ മനസ്സാണല്ലോ നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പം മനസ്സിന് ആരോഗ്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി തോന്നില്ല. അപ്പം നമ്മളെ മനസ്സിൽ ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് തോന്നണം. ഇപ്പം ക്ലീനിങ് ആയാലും ഇപ്പോൾ കുക്കിംഗ് ആയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതായാലും നമ്മളെ മനസ്സിൽ തോന്നിയാൽ നമ്മളത് ഉറപ്പായിട്ടും ചെയ്തിരിക്കും. അപ്പോൾ എന്തെങ്കിലും മടി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാനേ തോന്നില്ല, ഒരു കാര്യത്തിനും തോന്നില്ല. അതാണ്. അപ്പോൾ നമ്മുടെ മടിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ശത്രു എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം എന്നെ പോലുള്ള വീട്ടമ്മമാരൊക്കെ ഇപ്പം വീട്ടിൽ ഇപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ വീട്ടിലാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.
അല്ലേ. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അവർ എന്തുമാത്രം വെപ്രാളപ്പെട്ടിട്ടായിരിക്കും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഒന്നിനും സമയം കാണില്ല. രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ വെളുപ്പിനെയൊക്കെ എഴുന്നേൽക്കണമായിരിക്കും. അവർ വെളുപ്പിനെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ട് മക്കളെ പറഞ്ഞയക്കണം. അല്ലെങ്കിൽ പിന്നെ ഹസ്ബൻഡിന് പോകണമായിരിക്കും, അവർ രണ്ടുപേർക്കും പോകണം. അപ്പം അതെല്ലാം അവർ ഒറ്റയ്ക്കായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പം ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം അവർ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും ബുദ്ധിമുട്ട് എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് എനിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വീട്ടിലാണ്, അതുകൊണ്ട് ഫുൾ ടൈം വീട്ടിലാണ്. അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട്. പക്ഷേ ഒന്നിനും സമയം തികയുന്നില്ല എന്ന് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം പിന്നെ അത് നമ്മളെ മടി തന്നെയാണ്. എന്ന് വെച്ചാൽ ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് പോകണം എന്നുള്ളൊരു ഇത് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അല്ലേ. അപ്പം എൻ്റെ മനസ്സിലാണെങ്കിൽ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാം, ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്നുള്ളൊരിതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴായിട്ട് തന്നെ അങ്ങ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യുക. നമ്മൾ ഓരോ സമയം നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലായിടവും ഇതുപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളെ സമയം ഉള്ളതുപോലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.